Hello guys, welcome to VJ Chill Bros. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ഇതിന് മുന്നേ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വാഴയ്ക്ക ബജ്ജി കൊണ്ട് ഒരു സിമ്പിളായിട്ടുള്ള വാഴയ്ക്ക റോസ്റ്റ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ആ സെയിം മെത്തേഡ് തന്നെ കേട് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകണം. 2 വാഴയ്ക്ക എടുത്തു, അതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിനിട്ട് ഒരു 10 മിനിറ്റ് ബോയിൽ ചെയ്തെടുക്കുക. അധിക നേരം വെള്ളത്തിൽ വെക്കരുത്, അല്ലെങ്കിൽ ആകെ ഉടഞ്ഞു പോവും. പിന്നെ ഒരു ഫ്രൈങ് പാൻ എടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ആ വേവിച്ചിരിക്കുന്ന കായ ഇതിലേക്ക് ആഡ് ചെയ്യുക. സിമ്പിളായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ആ കായയുടെ ഒക്കെ ബ്രൗൺ കളർ ആകുമ്പോൾ 1 ടേബിൾ സ്പൂണ് പെപ്പർ പൗഡർ ഇടുക. അതേപോലെ 1 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുക. ഉപ്പ് വേണമെങ്കിൽ നിങ്ങളുടെ സാധാരണ അനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. പിന്നെ ഞാനിതിൽ മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ, ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. സാധാ സിമ്പിൾ. പിന്നെ ഇതിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ സാമ്പാർ പൊടി ആഡ് ചെയ്യുന്നവരുണ്ട്, അത് ഓപ്ഷണലാണ്. അപ്പോൾ നിങ്ങളുടെ അനുസരിച്ചിട്ട് വേണമെങ്കിൽ ചില്ലി പൗഡർ വേണമെങ്കിൽ ഇടാം. ഇതിപ്പോൾ ഓൾറെഡി എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, അത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ തൈര് എടുക്കുമ്പോൾ പുളിയിലെ തൈര് ആവുന്നതും ഓവർ പുളി വേണ്ട, ഒരു നേരെ പുളിയുള്ള എടുക്കുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് ഓയിൽ എടുത്തിട്ട് അതിൽ ജീരകം 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ട് 1 ടീസ്പൂണ് റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്തിട്ട് ആ തൈരിൻ്റെ മുകളിൽ തടക്ക കൊടുക്കുക. അത്രേ ഉള്ളൂ, നമ്മുടെ ഡിഷ് റെഡി ആയിരിക്കണം. തൈര് പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇപ്പോൾ 1.5 കപ്പ് വേണമെങ്കിൽ 1.5 കപ്പ് ആഡ് ചെയ്യാം. എങ്ങനെ അത് നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സാധാരണ ഇത് ആർക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം വേണമെങ്കിൽ ഈ കായ ഇഷ്ടമില്ലാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ അത് പൊട്ടാറ്റോടൊപ്പമോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇത് മിക്സ് ചെയ്യുക. അപ്പോൾ യു ജസ്റ്റ് മേക്ക് ഇറ്റ് ആൻഡ് എൻജോയ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്, follow and subscribe.